നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു സമയത്ത് ചാനലുകളിലെ ചർച്ചാ വിഷയം ബാലയെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. ബാലയുടെ സ്വകാര്യ ജീവിതവും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. ഇടയ്ക്ക് മിക്ക യൂട്യൂബ് ചാനലുകാരും ഒരു ദിവസം പോലും വിടാതെ ബാല കോകില വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ഭാര്യയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് ചാനലും ബാല തുടങ്ങി. കുക്കിംഗ് ആയിരുന്നു മെയിനെങ്കിലും ഇവരുടെ പ്രണയവും പരസ്പരമുള്ള സുന്ദര നിമിഷങ്ങളും എല്ലാം വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. തനിക്കിപ്പോൾ മനസ്സമാധാനം, ഉറക്കം, നല്ല രുചിയോടെയുള്ള ഭക്ഷണം ഒക്കെയും ലഭിക്കുന്നുണ്ട്. തന്റെ പേരിൽ എന്തൊക്കെ പ്രചരിച്ചാലും അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് ബാല വെളിപ്പെടുത്തിയിരുന്നു. അടുത്തിടെ പിറന്നാൾ ഗംഭീരമായി ആഘോഷിച്ചപ്പോൾ തന്റെ ഇപ്പോഴത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് നാല് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമെന്ന് ബാല അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് വേണ്ടി ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബാലയും കോകിലയും. ഭാര്യ കോകില ചില ചോദ്യങ്ങൾ നടനോട് ചോദിച്ചിരിക്കുകയാണ്. 2026 പിറന്നിരിക്കുന്നു, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അന്ന് പറഞ്ഞതുപോലെ കോകില ചോദിക്കുന്ന 4 ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബാല വീഡിയോ ആരംഭിച്ചത്. പിറന്നാൾ, ന്യൂ ഇയർ, ക്രിസ്മസ് എല്ലാം പ്രമാണിച്ച് എത്രത്തോളം സമ്മാനങ്ങൾ ലഭിച്ചു എന്നാണ് കോകിലയുടെ ആദ്യ ചോദ്യം. അമേരിക്കയിൽ നിന്നും ചേച്ചിയുടെ വക സമ്മാനം കിട്ടി. ചില ബന്ധങ്ങൾ ഇപ്പോഴുമുണ്ട് എന്നതിന്റെ ഉദാഹരണം അതാണ് എന്നായിരുന്നു ബാലയുടെ മറുപടി. എനിക്കും ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി, പെർഫ്യൂം, ക്രീം എല്ലാം കിട്ടിയെന്ന് കോകിലയും പറഞ്ഞു. ഒരു വളർത്തുനായയെയാണ് കോകില പിറന്നാൾ ദിനത്തിൽ ബാലയ്ക്ക് സമ്മാനിച്ചത്. മാമനെ ഞാൻ ഒരു വർഷമായി കാണുകയാണ്. ഒരുപാട് ശത്രുക്കൾ മാമനുണ്ടെന്ന് എനിക്കറിയാം. അവരെ എല്ലാം എങ്ങനെയാണ് എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നത് എന്നായിരുന്നു അടുത്ത ചോദ്യം. അത് വളരെ സിമ്പിളാണ്. നമ്മളോട് ശത്രുത കാണിക്കുന്നവരെ ശത്രുവായി കണ്ടാൽ മാത്രമല്ലേ അവർ ശത്രുവാകുന്നുള്ളൂ. മിത്രമായി കണ്ടാൽ എങ്ങനെ ശത്രുവാകും? ആരും എനിക്ക് ശത്രുക്കളല്ല. എല്ലാവരും എപ്പോഴും നന്നായിരിക്കണം. 2026 എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ. വിവാഹത്തിന് ശേഷം പോലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായി. 2026 ഞങ്ങളും അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണെന്നായിരുന്നു നടന്റെ മറുപടി. 4-5 തിരക്കഥകൾ ഇതിനോടകം കേട്ടു, എന്നാൽ ഒന്നിനോടും ഓക്കെ പറഞ്ഞില്ല. അതിന് കാരണം എന്താണ് പ്ലാൻ എന്ന ചോദ്യത്തിന് നടൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കാരണം. അതേ പഴയ ബാലയും അതേ നടനും തന്നെയാണ് ഞാൻ. സർജറിക്ക് ശേഷം സിനിമയിൽ നല്ലൊരു സക്സസ് കൊടുക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ട്. വെറുതെ സിനിമ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ദൈവം സഹായിച്ച് മഹാന്മാരായ ഒരുപാട് താരങ്ങൾക്കൊപ്പം അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. മോഹൻലാൽ സാർ, മമ്മൂട്ടി സാർ, സുരേഷ് ഗോപി സാർ, എന്റെ പ്രിയ സുഹൃത്ത് പൃഥ്വിരാജ്, ടോവിനോ തോമസ് തുടങ്ങിയവരുടെ കൂടെയെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. ഇനി ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരർത്ഥമുണ്ടാകണം. 2026 ഈ ആഗ്രഹം നടക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ബാല പറഞ്ഞു. സന്തോഷമായി ഇരിക്കുക എന്നത് നിങ്ങളുടെ കടമയാണ്. എല്ലാം തികഞ്ഞ ശരീരം നൽകിയിട്ടും എത്രയോ പേർ ജീവിതത്തിൽ പരാതികൾ നിരന്തരം പറയുന്നുണ്ട്. ഞാനൊരു ഘട്ടത്തിൽ വിഷമം അനുഭവിച്ചപ്പോൾ വില ഞാൻ ശരിക്കും മനസ്സിലാക്കി. മരണത്തിലേക്ക് എത്തിയപ്പോഴാണ് ജീവിതത്തിന്റെ വില എനിക്ക് മനസ്സിലായത്. സന്തോഷവും മനസ്സമാധാനവും നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമാണ്. നമ്മളും സന്തോഷമായിരിക്കണം, ചുറ്റുമുള്ളവരെയും ഹാപ്പിയായി വെക്കുക എന്ന പുതുവത്സര സന്ദേശം കൂടി നൽകിയാണ് ബാല വീഡിയോ അവസാനിപ്പിച്ചത്. 43-കാരനായ ബാലയുടെ 3ാം വിവാഹം കഴിഞ്ഞ വർഷമായിരുന്നു. വിവാഹശേഷം വൈക്കത്താണ് നടൻ കുടുംബസമേതം താമസിക്കുന്നത്. ഷെഫീഖിന്റെ സന്തോഷം, ബാഡ് ബോയ്സ് തുടങ്ങിയവയാണ് ബാല അവസാനമായി ചെയ്ത മലയാള സിനിമകൾ. അഭിനയത്തിൽ സജീവമല്ലെങ്കിലും റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും ഭാര്യയ്ക്കൊപ്പം കാണാൻ ബാല തിയേറ്ററിൽ എത്താറുണ്ട്. അതേസമയം 1ാം വിവാഹ വാർഷികത്തിൽ ആരാധകർക്ക് നന്ദി അറിയിച്ചും കടന്നുപോയ കഷ്ടതകളെക്കുറിച്ച് ബാലയും ഭാര്യ കോകിലയും സംസാരിച്ചതുമൊക്കെ ശ്രദ്ധ നേടിയിരുന്നു. വിവാഹ ജീവിതത്തിലെ ആദ്യ വർഷത്തിൽ തങ്ങൾ കടന്നുപോയത് മറ്റ് ദമ്പതികൾക്കൊന്നും ഉണ്ടാകാത്ത സാഹചര്യങ്ങളിലൂടെയാണെന്നും എന്നാൽ ഈ കാലയളവിൽ പരസ്പരം വിട്ടുകൊടുക്കാതെ ഒന്നിച്ചു നിന്നുവെന്നും ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ആദ്യ വിവാഹ വാർഷികമാണെന്ന്. പുറകോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം പറയാം. ഒരു ദമ്പതിമാരും കടന്നു പോകാത്ത സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു വർഷം ഞങ്ങൾ കടന്നുപോയത്. പോസിറ്റീവായുള്ള കാര്യം കൂടി പറയാം. കല്യാണം കഴിഞ്ഞ് എല്ലാവരും ഹണിമൂണിന് പോകും. ഈ ഒരു കൊല്ലത്തിൽ കേസും കോർട്ടും പോലീസ് സ്റ്റേഷനും ഒക്കെയായി ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു. ഇതിലുള്ള പോസിറ്റീവ് കാര്യം പറഞ്ഞാൽ എത്ര കഷ്ടം വന്നാലും ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ ഒരു നിമിഷം പോലും ഞങ്ങൾ ഇരുവരും വിട്ടുകൊടുത്തിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് നിന്നത്. ഈ ഒക്ടോബർ 23 വരെ ഞങ്ങൾ ജീവിച്ചത് 100 കൊല്ലം ഒന്നിച്ചു ജീവിച്ചതുപോലെയാണ്. എത്ര കഷ്ടപ്പാട് വന്നാലും ബാലയും കോകിലയും നല്ലൊരു ജീവിതം ജീവിക്കണമെന്ന് പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. ഞങ്ങളുടെ കുടുംബജീവിതം ഒരു വർഷം തികയുമ്പോൾ ഇതുവരെ കൂടെ നിന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം എന്നാണ് ബാല പറഞ്ഞിരുന്നത്. 2024 ഒക്ടോബർ 23-നാണ് ബാലയും കോകിലയും വിവാഹിതരായത്. എറണാകുളം കലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ച്
അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. ബാലയുടെ മാതൃ സഹോദരന്റെ മകളാണ് തമിഴ്നാട് സ്വദേശിനിയായ കോകില. മുൻപ് നടന്ന 2 വിവാഹ ബന്ധങ്ങൾ വേർപിരിഞ്ഞതിനു ശേഷമാണ് ബാല കോകിലയെ ജീവിത സഖിയാക്കിയത്. ചെറുപ്പം മുതലേ ബാലയെ അറിയാമെന്നും താരം ഒറ്റപ്പെട്ട സമയങ്ങളിൽ താനാണ് താങ്ങും തണലുമായി നിന്നതെന്നും കോകില വെളിപ്പെടുത്തിയിരുന്നു. കോകിലയുടെ സ്നേഹം തിരിച്ചറിയാൻ താൻ വൈകിയെന്നും അവരുടെ ഡയറി വായിച്ചപ്പോഴാണ് ആ ഇഷ്ടത്തിന്റെ ആഴം മനസ്സിലാക്കിയതെന്നും ബാല പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. വിവാഹശേഷം ഇരുവരും സന്തോഷകരമായ ദാമ്പത്യം നയിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലും പൊതുരംഗത്തും പലപ്പോഴും ഇവർക്ക് വിവാദങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബാലയുടെ മുൻ ദാമ്പത്യങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളും തലക്കെട്ടുകളിൽ ഇടം നേടിയിരുന്നു. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.